ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവികമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറേണ്ടതിന് വേണ്ടി ദൈവം എന്തു ചെയ്യുമെന്നറിയാമോ? ചില കാര്യങ്ങളെ നമ്മളെ ഏൽപ്പിക്കുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ ദൈവം ഏൽപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ പലപ്പോഴും ദൈവദാസന്മാരുടെ ഇടയിലും ദൈവജനത്തിൻ്റെ ഇടയിലും ഉണ്ടാകുന്നതായ ഒരു ചിന്ത ഇപ്രകാരമാണ്: ദൈവം എനിക്ക് നൽകിയത്, ദൈവം എൻ്റെ കയ്യിൽ എനിക്ക് നൽകിയത് അത് നഷ്ടപ്പെടുമോ എന്നുള്ളതായ അനാവശ്യമായ ഭീതി ചിലരെയെങ്കിലും ഭരിക്കുവാൻ ഇടയാകുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ ഭയം, ഭീതി എന്ന് പറയുന്നത് പലപ്പോഴും നഷ്ടപ്പെടുമെന്നുള്ളതായ ദൈവം നൽകിയതായ കൃപകളായിക്കോട്ടെ, ദൈവം നൽകിയതായ ശുശ്രൂഷകളായിക്കോട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ളതായ അനാവശ്യമായ ഭയം വെച്ചു പുലർത്തുന്നതായ വ്യക്തി ജീവിതങ്ങളിൽ അത് പ്രൈസ് ദി ലോർഡ് പാപകാരണമായി തീരുമെന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. യൊരോബെയാമിനും സംഭവിച്ചത് ഇതാണ്. വലിയവനായിരിക്കുന്ന ദൈവം 10 ഗോത്രങ്ങളെ അവൻ്റെ കയ്യിൽ കൊടുത്ത് ആ 10 ഗോത്രങ്ങളെ ഭരിക്കുവാനായിട്ട് ദൈവം യൊരോബെയാമിനെ രാജാവായിട്ട് നിയമിച്ചപ്പോൾ, 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: എന്നാൽ യൊരോബെയാം തൻ്റെ മനസ്സിൽ രാജ്യത്വം വീണ്ടും ദാവീദ് ഗൃഹത്തിനായി പോകും, ഈ ജനം യെരൂശലേമിലെ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം യഹൂദ രാജാവായിരിക്കുന്ന രെഹോബെയാം എന്ന തങ്ങളുടെ യജമാനനിലേക്ക് തിരിയുകയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രെഹോബെയാമിൻ്റെ പക്ഷം ചേരുകയും ചെയ്യും എന്നൊരു തോന്നൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, ദൈവം നിന്നെ ഏൽപ്പിച്ചതായിരിക്കുന്നതായ കാര്യങ്ങൾ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതായ ശുശ്രൂഷകൾ, അത് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് അനാവശ്യമായിട്ട് നാം ഭയപ്പെടരുത്, പേടിക്കരുത്. കാരണം യൊരോബെയാമിൻ്റെ ജീവിതത്തിൽ യൊരോബെയാം നോക്കിയപ്പോൾ ഇസ്രയേലിലെ ജനം ആരാധിക്കുവാനായിട്ട് യെരൂശലേമിലേക്ക് പോകുന്നു. അവരങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ അവരുടെ മനസ്സ് രെഹോബെയാമിനോട് യോജിച്ച്, അല്ലെങ്കിൽ തൻ്റെ യജമാനൻ്റെ അടുക്കലേക്ക്, തങ്ങളുടെ യജമാനൻ്റെ അടുക്കലേക്ക് ഒരു ചായ്വുണ്ടാകുകയും, അങ്ങനെ ചായ്വുണ്ടാകുമ്പോൾ അവർ തങ്ങളുടെ യജമാനനോട് ചേർന്നാൽ അവർ വന്ന് അവനെ കൊന്നുകളയുമെന്ന് ആവശ്യമില്ലാത്തതായ ഒരു ഭയം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ താലന്തുകൾ, ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷകൾ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് അനാവശ്യമായിട്ട് ആരും ഭയപ്പെടേണ്ടതായ കാര്യമില്ല. കാരണം ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവം എല്ലാത്തിനും ഒരു സമയം വച്ചിട്ട് വളരെ കൃത്യമായി ഓരോരുത്തരെ ദൈവം ഉപയോഗിക്കുന്നവനായിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ ദൈവം ശത്രുക്കളെ ഉപയോഗിക്കുന്നത് പോലും ദൈവത്തിനൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം ഉപയോഗിച്ചതായ ആ വ്യക്തികളെ, അല്ലെങ്കിൽ ആ ശത്രു രാജ്യങ്ങളെ, അവരെ തൻ്റെ ജനത്തിന് വിരോധമായിട്ട് വരുത്തുകയും ആ കാലസമ്പൂർണതയാകുമ്പോൾ അതിനെ മടക്കി വിളിക്കുകയും ചെയ്യുന്നവനായ വലിയവനായിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം 40 വർഷക്കാലം മരുഭൂമിയിൽ യാത്ര ചെയ്തു. 40 വളരെയധികം പ്രാധാന്യമുള്ളതായ ഒരു വർഷമാണ് 40 എന്നുള്ളത്, ഒരു സംഖ്യ.
ഇസ്രയേലിൻ്റെ മരുപ്രയാണകാലം 40 വർഷമായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ പ്രവചന പുസ്തകങ്ങളിൽ മിസ്രൈം എന്ന രാജ്യം ചിതറിപ്പോകുവാനും ആ ചിതറിയ അവസ്ഥയിൽ ഇരിക്കുവാനും അത് 40 വർഷമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിന് സകലത്തിനും ഒരു പദ്ധതിയും സകലത്തിനും ഒരു കാലവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഇവിടെ യെരോബെയാമിൻ്റെ ജീവിതത്തിൽ യെരോബെയാം തന്നെ വിട്ട് ജനം പോകുമെന്ന് പേടിക്കുവാനിടയായി തീർന്നു. അങ്ങനെ തന്നെ വിട്ട് ജനം പോകുമെന്ന് പേടിച്ചതായ മനുഷ്യൻ 28-ാമത്തെ വാക്യത്തിൽ എന്തു ചെയ്തെന്നറിയാമോ? ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി, നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി ഇസ്രയേലേ, ഇതാ നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബേഥേലിലും മറ്റൊന്നിനെ ദാനിലും പ്രതിഷ്ഠിക്കുവാനായിട്ടിടയായി തീർന്നു. തന്നോട് കൂട്ടത്തിൽ നിന്നതായ ജനം കൈവിട്ടു പോകുമല്ലോ എന്ന് തോന്നിയപ്പോൾ ജനം തന്നെ വിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി യെരോബെയാം ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയാണ് അവൻ ചെയ്തത്. അവൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, ഒന്നിനെ ദാനിലും മറ്റൊന്നിനെ ബഥേലിലും അതിനെ സ്ഥാപിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നിട്ട് ഇസ്രയേലിനോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ ആരാധിക്കുവാൻ പോയത് മതി, നിങ്ങൾ ഇനിയും ബഥേലിലും ദാനിലും ആരാധിച്ചാൽ മതി. അവിടെ ആരാധനയ്ക്ക് വേണ്ടി 2 കാളക്കുട്ടികളെ, പൊന്നുകൊണ്ടുള്ള കാളക്കുട്ടികളെ ഉണ്ടാക്കി സ്ഥാപിക്കുവാനിടയായി തീർന്നു. ആ പൊന്നുകൊണ്ടുള്ളതായ കാളക്കുട്ടിയെ ഉണ്ടാക്കുക മാത്രമല്ല, അതിനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് ഇസ്രയേലിനോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ പോയി ആരാധിച്ചത് മതി, ഇതാ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമെന്ന് പറഞ്ഞ് ഈ കാളക്കുട്ടികളെ പരിചയപ്പെടുത്തുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ മോശയിലൂടെ ദൈവം കൽപ്പന കൊടുത്തു, യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്നുള്ളതായ കൽപ്പന. ഇവിടെ ഇതാ ദൈവം തിരഞ്ഞെടുത്തവൻ, ഇസ്രയേലിൻ്റെ 10 ഗോത്രങ്ങളെ കയ്യിൽ കിട്ടിയവൻ, അവൻ ജനം തന്നെ വിട്ടു പോകുമോ, തനിക്ക് ലഭിച്ച രാജ്യത്വം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് ജനത്തെ നിർത്തേണ്ടതിന് വേണ്ടി വിഗ്രഹത്തെ ഉണ്ടാക്കുവാനായിട്ടിടയായി തീർന്നു. അവൻ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ ദാനിലും ബഥേലിലും പ്രതിഷ്ഠിക്കുക മാത്രമല്ല ചെയ്ത്, അവൻ ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുവാനായിട്ടിടയായി തീർന്നു. പലപ്പോഴും നമ്മുടെ കയ്യിൽ നമുക്ക് ദൈവം നൽകിയതായ വിശ്വാസികൾ, ജനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളതായ വേവലാതിയിൽ ഒരുപക്ഷെ ജനത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നാം കാട്ടിക്കൂട്ടുന്നതൊക്കെയും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളതായി തീരാം. അതൊരു പക്ഷേ വിഗ്രഹാരാധനകളായിട്ട് മാറാം. അങ്ങനെ ജനത്തെ തൻ്റെ കൂട്ടത്തിൽ നിർത്തുന്നതിന് വേണ്ടി പലപ്പോഴും ജനം വിട്ടുപോകുമല്ലോ എന്നുള്ള ചിന്തയിൽ ദൈവവചനത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയുണ്ട്. നമുക്കറിയാം, പലപ്പോഴും രോഗസൗഖ്യത്തിൻ്റെതായ ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങൾ പലപ്പോഴും വളരെ അത്ഭുതകരമായ നിലയിൽ, അത്ഭുതകരമായ മേഖലകളിൽ ദൈവം ഉപയോഗിച്ചിട്ട് പിന്നീട് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതുപോലെ അത്ഭുതങ്ങളോ അതുപോലെ വിടുതലുകളോ സംഭവിക്കാതെ വരുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി, ജനത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ട് അതിൻ്റെ മറുമരുന്നുകൾ ഉപയോഗിക്കുന്നവരെ നമുക്ക് ചുറ്റും കാണുവാൻ കഴിയും. അങ്ങനെ ജനത്തെ പിടിച്ചു നിർത്തുവാന്നതിന് വേണ്ടി പല കോപ്രായങ്ങൾ കാണിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നതെന്നറിയാമോ? ദൈവജനത്തിനും ദൈവവചനത്തിനും വിരുദ്ധമായുള്ള പ്രവൃത്തികൾ ഉണ്ടാകും. ഇവിടെ യെരോബെയാം ചെയ്തത്
വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക ദൈവിക കൽപ്പന ലംഘിക്കുവാനിടയായി തീർന്നു. രണ്ടാമതായിട്ട് അവൻ ചെയ്തത് അങ്ങനെ ഉണ്ടാക്കിയതായ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ ഇസ്രായേൽ സഭയെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നോക്കണമേ, ജനം തന്നെ വിട്ടുപോകുമെന്നുള്ളതായ, അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചത് നഷ്ടപ്പെടുമെന്നുള്ളതായ ഭയത്തിൽ നിന്നാണ് ഈ പാപം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവൻ എന്തു ചെയ്തെന്നറിയാമോ? അതിനുശേഷം പെസഹ പെരുന്നാളിന് പകരമായിട്ട് ഒരു ഉത്സവം കൂടെ ഉണ്ടാക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നാം കാണുന്നത് അദ്ദേഹം ചെയ്തതെന്തായി? 30-ാമത്തെ വാക്യത്തിൽ കാര്യം പാപഹേതുവായി തീർന്നു. ജനം ഒന്നിൻ്റെയും മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വരച്ചെന്നു. അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളെ ഉണ്ടാക്കി സർവ്വജനത്തിലും ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെ നിയമിച്ചു. യഹൂദയിൽ ആചരിച്ചു വന്ന ഉത്സവം യൊരോബെയാം 8-ാം മാസം 15-ാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ചിട്ട് യാഗപീഠത്തിൽ ചെന്ന് താൻ ഉണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബേഥേലിലും ദാനിലും അങ്ങനെ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. പലപ്പോഴും മാനുഷികരായ വ്യക്തിജീവിതങ്ങൾ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ പിന്നീട് പലപ്പോഴും അതുപോലുള്ളതായ ശുശ്രൂഷകൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ ശുശ്രൂഷകളിൽ അതുപോലുള്ള കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പലരും എന്തു ചെയ്യുന്നതെന്നറിയാമോ? ടെക്നിക്കുകൾ ഉപയോഗിക്കുവാനിടയായിട്ട് തീരും. പലരും ജനത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി തനിക്ക് അത് മുമ്പ് സംഭവിച്ചത് അതുപോലെ കാട്ടിക്കൂട്ടുന്നതിന് വേണ്ടിയുള്ളതായ ശ്രമങ്ങൾ വ്യക്തിജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അവർ ദൈവത്തിന് വിരുദ്ധമായ പാപം ചെയ്യുവാനായിട്ടിടയായി തീരും. പലപ്പോഴും ജനത്തെ വിഗ്രഹാരാധികളാക്കി മാറ്റുവാനിടയായി തീരും. പലപ്പോഴും ജനത്തിൻ്റെ മുമ്പിൽ തങ്ങൾ തന്നെ ഒരു ബിംബങ്ങളായിട്ട് മാറുന്ന അനേക ശുശ്രൂഷകരുണ്ട്. കാരണം ദൈവവചനം പ്രകാരം പറയുന്നു, നാം നമ്മുടെ കൂടിവരവുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ശുശ്രൂഷകൾ, അതിലൂടെയെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തണമെന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹിമപ്പെടണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് നാം ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കർത്താവിൻ്റെ നാമം ഉയർന്നു നിൽക്കുന്നതല്ല ആയിട്ടല്ല നാം കാണുന്നത്. പലപ്പോഴും ശുശ്രൂഷകരുടെ പേരുകൾ, പലപ്പോഴും വ്യക്തികളുടേതായ പേരുകൾ ഉയർന്നു നിൽക്കുന്നതായിട്ട് നാം കാണുന്നു. പലപ്പോഴും ജനം ഇങ്ങനെയുള്ളവരെ ആരാധിക്കുവാൻ അവരറിയാതെ ഇവരെ ആരാധിക്കുവാനായിട്ട് ഇടയായി തീരുന്നു. ഇതൊരു തരത്തിലുള്ളതായ വിഗ്രഹാരാധനയാണ്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനാണ്. അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമാണെന്ന് പറയുന്നു. പലപ്പോഴും ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ നാം ദൈവത്തിൻ്റെ തിരുവചനം അനുസരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ധൈര്യത്തിന് കടന്നു ചെല്ലുവാനായിട്ട് കഴിയും. നമുക്ക് വേറൊരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. നമുക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുവാനായിട്ട് കഴിയും. പ്രാർത്ഥനയിലൂടെ അതാണ് നാം ചെയ്യുന്നത്. നാം ദൈവത്തോട് നേരിട്ട് സംസാരിക്കുക. നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ നാം ദൈവത്തിൽ അറിയിക്കുകയത്രയേ വേണ്ടതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. എന്നാൽ പലപ്പോഴും ഇങ്ങനെ നാം പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തതായ വിഷയങ്ങൾ മറ്റു വ്യക്തികളെ ഇടനിലക്കാരായിട്ട് നിർത്തുന്നതായ അനുഭവങ്ങളുണ്ട്. പലപ്പോഴും ഇങ്ങനെ നാം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ആൻസർ ലഭിക്കാതെ വരുമ്പോൾ
പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? വേറെ വ്യക്തികളെ ആശ്രയിക്കും. ഈ പാസ്റ്റർ പ്രാർത്ഥിച്ച് വിടുതൽ സംഭവിച്ചില്ല എങ്കിൽ അടുത്ത പാസ്റ്ററെ പോകും. അദ്ദേഹം എന്തോ സ്പെഷ്യലായിട്ടുള്ള വ്യക്തിയാണ്, എന്തോ പ്രത്യേകതയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞ് നാം അവരുടെ മുമ്പിൽ ചെല്ലും. കാരണം പ്രൈസലോ, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നമുക്കും ദൈവത്തിനും മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാ. ഇതിനിടയിൽ വേറൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. പലപ്പോഴും കൃപാവര ശുശ്രൂഷയുള്ളവരെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരെ തേടി വ്യക്തിജീവിതങ്ങൾ കടന്നു പോകാറുണ്ട്. അങ്ങനെ കടന്നു പോകുന്നതിലൂടെ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അവരറിയാതെ ഒരു വിഗ്രഹാരാധന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഞാനും നിങ്ങളും ദൈവത്തിന് പുരോഹിതന്മാരാണ്. ഞാനും നിങ്ങളും രാജകീയ പുരോഹിത വർഗമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് നമ്മുടെ വിഷയങ്ങൾ ധൈര്യത്തോടുകൂടി ദൈവത്തിനോട് പറയുവാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിന് പലപ്പോഴും വിരുദ്ധമായിട്ടാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ നാം വേറൊരു വ്യക്തികളെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അവർ പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ അത് ലഭിക്കുമെന്നുള്ളതായ ആശയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എന്താ പറ്റുന്നതെന്നറിയാമോ? യെരോബെയാമിനെ പോലെ നാം അറിയാതെ ഒരു വിഗ്രഹത്തെ നാം നമ്മുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. യെരോബെയാം ചെയ്തതുപോലെ തന്നെ നാം അറിയാതെ ആ ശുശ്രൂഷകൻ എന്ന് പറയുന്നതായ വിഗ്രഹത്തെ നാം മനസ്സിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറെ ചിലർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ശുശ്രൂഷയിൽ നടന്നതായ സംഭവങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് അവരെ തന്നെ എന്തു ചെയ്യുന്നെന്നറിയാമോ? ഒരു ബിംബമാക്കി ജനത്തിൻ്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നു. എന്തിനു വേണ്ടിയാ ചെയ്യുന്നതെന്നറിയാമോ? തങ്ങളെക്കുറിച്ച് ഒരു നല്ല മതിപ്പ് ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. തങ്ങളുടെ ആരാധനകളിൽ, തങ്ങളുടെ സഭകളിൽ, തങ്ങളുടേതായ പ്രവർത്തന മേഖലകളിൽ പങ്കെടുക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾക്ക് തങ്ങളെക്കുറിച്ച് ഒരു മതിപ്പുളവാക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്യുന്നതായ കാര്യങ്ങൾ പലപ്പോഴും ജനത്തിൻ്റെ മുമ്പിൽ ഇവർ വിഗ്രഹങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയിട്ട് യെരോബെയാം ചെയ്തതുപോലെ ജനത്തെ വിഗ്രഹത്തെ ആരാധിപ്പിക്കുവാനായിട്ട് അവൻ ഇടയായി തീർന്നു. ജനം വിഗ്രഹ ആരാധികളായിട്ട് മാറുവാനിടയായി തീർന്നു. സഭയിൽ നിന്ന് ക്രിസ്തു മാറിപ്പോയി. കൂട്ടായ്മകളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ നാമമില്ല. സുപ്രസിദ്ധന്മാരും അപ്രസിദ്ധന്മാരുമായി നിൽക്കുന്ന കുറേ പേരുകൾ, മാനുഷികമായ ചില ശുശ്രൂഷകന്മാരുടെ പേരുകളാണ് ഉയർന്നു നിൽക്കുന്നത്. ഈ പ്രവണത മാറണം. നമ്മൾ എന്ത് സംഭവിക്കണം എന്നറിയാമോ? നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ ഉയരേണ്ടത് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. മാനുഷികമായ നാമം അതൊരു വിഗ്രഹമായി നമ്മുടെ മുമ്പിൽ വരാതിരിക്കുവാൻ നാം സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒന്നാമത് അവൻ വിഗ്രഹാരാധനയിലേക്കും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിഗ്രഹാരാധനയിലേക്ക് ജനത്തെ നയിച്ചു. രണ്ടാമത് എന്ത് സംഭവിച്ചെന്നറിയാമോ? 30-ാമത്തെ വാക്യത്തിൽ എന്താണ് അവൻ ചെയ്തതെന്നറിയാമോ? അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളെ ഉണ്ടാക്കി സർവ്വജനത്തിലും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി നിയമിച്ചു. പ്രിയമുള്ളവരെ, ദൈവജനത്തിന് പുരോഹിതനാകുവാൻ അവകാശമുള്ളത് അഹരോന്യ പാരമ്പര്യത്തിനാണ്. അത് മാത്രമല്ല, ലേവ്യ ഗോത്രത്തിനാണ്. എന്നാൽ ഈ മനുഷ്യൻ ഇവിടെ എന്താ ചെയ്തെന്നറിയാമോ? ദൈവം കൊടുത്ത ക്രമം തെറ്റിക്കുവാനിടയായി തീർന്നു. പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ പുരോഹിതന്മാരുണ്ടാകേണ്ടത് ലേവി ഗോത്രത്തിൽ നിന്നാണ്. അഹരോനാണ് ആദ്യത്തെ പുരോഹിതൻ.
ദൈവം അതിന് ഒരു നിബന്ധന വെച്ചു, ദൈവം അതിനൊരു ഓർഡർ വെച്ചു. ആ ഓർഡർ ഇപ്രകാരമാണ്: അഹരോന്യ പാരമ്പര്യം അല്ലെങ്കിൽ ലേവി ഗോത്രത്തിൽ നിന്നായിരിക്കണം പുരോഹിതന്മാർ വരേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനം ആ ക്രമം പ്രഖ്യാപിക്കുമ്പോൾ ഈ മനുഷ്യൻ ആ ക്രമത്തെ തെറ്റിച്ചിട്ട് ഇവൻ ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി മാറ്റുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും നാം എന്താണ്, ജനം നമ്മുടെ ഹല്ലേലൂയ കസ്റ്റഡിയിൽ നിന്ന് ജനം നമ്മളെ വിട്ടു പോകുമല്ലോ എന്ന് കരുതിക്കൊണ്ട് പലപ്പോഴും ദൈവം നൽകിയതായ ക്രമങ്ങൾ, ദൈവം നൽകിയതായ വ്യവസ്ഥകൾ, ദൈവം നൽകിയതായ ഓർഡറുകൾ തെറ്റിച്ച് നാം ശുശ്രൂഷിക്കുവാൻ ഇടയുണ്ട്. പുതിയ നിയമം നാം പഠിക്കുമ്പോൾ സഭ എങ്ങനെയായിരിക്കണം, സഭാരാധന എങ്ങനെയായിരിക്കണം, കൃപാവരങ്ങളെ എങ്ങനെ യൂസ് ചെയ്യണം, ഉപയോഗിക്കണം, ഇതെല്ലാം ചന്തവും ഉചിതവുമായി നടക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 1 കൊരിന്ത്യരുടെ പുസ്തകം ലേഖനങ്ങൾ നാം പഠിക്കുമ്പോൾ ആരാധന എങ്ങനെയായിരിക്കണം, പ്രാർത്ഥനയ്ക്കൊരു ക്രമമുണ്ടായിരിക്കണം, ക്രിസ്തീയ ജീവിതത്തിനൊരു ക്രമമുണ്ടായിരിക്കണം എന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഈ ക്രമങ്ങളെയെല്ലാം തൃണവൽക്കരിച്ചു കൊണ്ടുള്ളതായ ആരാധനകൾ, ക്രമം കെട്ട ആരാധനകൾ സമൂഹത്തിൽ ഉണ്ടാകുന്നതായിട്ട് നാം കാണുന്നു. പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ പറഞ്ഞു, ക്രമം കെട്ടവരെ എന്തു ചെയ്യുക, ബുദ്ധി ഉപദേശിക്കുക എന്ന് പറഞ്ഞു. എവരിതിങ് ഷുഡ് ബി ഡീസന്റ് ആൻഡ് ഓർഡർലി. ദൈവത്തിൻ്റെ വചനം അതാണ് പറയുന്നത്. നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം, അവൻ ഒരു കൃത്യതയുള്ളത്, അവനൊരു വ്യവസ്ഥയുള്ളവനാ. വ്യവസ്ഥയില്ലാത്ത ദൈവം ഒന്നും ചെയ്യത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു, തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും എന്നുള്ളൊരു വ്യവസ്ഥ ആദ്യം മുതലേ ദൈവം വെച്ചിട്ടുണ്ട്. സമാഗമന കൂടാരത്തിലേക്ക് വന്നപ്പോൾ പഴയ നിയമ ആരാധനകൾക്ക് ദൈവം ഒരു വ്യവസ്ഥ വെച്ചു, പുതിയ നിയമ ആരാധനകൾക്കൊരു വ്യവസ്ഥയുണ്ട്. പുതിയ നിയമസഭ എങ്ങനെയായിരിക്കണം, പുതിയ നിയമസഭയിൽ കൃപാവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, ദൈവദാസന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം, വിശ്വാസികൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ക്രമം വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ ജനത്തെ തങ്ങളുടെ ഇഷ്ടത്തിന് നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ദൈവവചനത്തിൻ്റെ ക്രമത്തിന് കീഴ്പ്പെടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വളരെ പണ്ട് കാലങ്ങളിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതായ ചില ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതായ ഒരു ചിന്ത ഇന്ന് പകൽക്കാലം പങ്കുവെക്കുവാനിടയായി തീർന്നു. അവർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞു തന്ന ഒരു പദം ഞാൻ ഇപ്രകാരം ഓർക്കുന്നു. ആ പദം ഇപ്രകാരമാണ് അവർ പറയാറുള്ളത്: നമ്മൾ ജനത്തിൻ്റെ പൾസ് അറിഞ്ഞ് ശുശ്രൂഷിക്കണമെന്ന്. ആക്ച്വലി ദാറ്റ് ഈസ് ദ റോങ്. അതൊരു തെറ്റായ സന്ദേശമാണ്. നാം ജനത്തിൻ്റെ പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയോ ജനത്തിൻ്റെ പൾസറിഞ്ഞ് ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയോ അല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിൻ്റെ പൾസനുസരിച്ച്, ദൈവവചനമനുസരിച്ച് ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും പലരുടെയും ധാരണ അവർ ജനത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാ. ഞാനൊരു കാര്യം പറയാം, ജനത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം പ്രവർത്തിച്ചാൽ നാം അഹരോനെ പോലെ ആയിത്തീരും. അഹരോൻ ജനത്തെ കെട്ടഴിഞ്ഞവരായി വിട്ടു, ജനത്തിൻ്റെ ഇഷ്ടത്തിന് അവരെ വിടുവാനായിട്ടിടയായി തീർന്നു. പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്, മോശ പർവ്വതത്തിൽ കയറിപ്പോയപ്പോൾ അവൻ ജനത്തെ കെട്ടഴിഞ്ഞവനായി വിടുവാനിടയായി തീർന്നു. പ്രിയമുള്ള ദൈവദാസന്മാരെ, ദൈവജനമേ, നാം ഒരു കാര്യം മനസ്സിലാക്കുക. നാം ജനത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ശുശ്രൂഷിക്കുന്നവരല്ല, ദൈവവചനത്തിനനുസരിച്ച്, ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ശുശ്രൂഷിക്കുന്നവരാണ്. പുറപ്പാട് പുസ്തകത്തിൽ അതാണ് സംഭവിച്ചത്. ദൈവം തൻ്റെ ദാസനായിരിക്കുന്ന മോശയെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ചപ്പോൾ
അഹരോനും കൂടെയുള്ളവരും ചെയ്തത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, അഹരോൻ ജനത്തെ കെട്ടഴിഞ്ഞതായി വിടുവാനിടയായി തീർന്നു. അവൻ വിരോധികൾക്ക് മുമ്പാവേ അവരെ ഹാസ്യമാക്കത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളയുകയാൽ ജനം കെട്ടഴിഞ്ഞവരായിട്ട് മാറി. ക്രിസ്തീയ ജീവിതത്തിനൊരു ക്രമമുണ്ട് ദൈവമക്കളെ. ക്രിസ്തീയ ശുശ്രൂഷകൾക്കൊരു ക്രമമുണ്ട്. ക്രിസ്തീയ നടത്തിപ്പിനൊരു ക്രമമുണ്ട്. ഈ ക്രമം തെറ്റിയുള്ളതായ ജീവിതം എങ്ങനെ സംഭവിക്കുന്നതെന്നറിയാമോ? എന്തുകൊണ്ട് ശുശ്രൂഷകന്മാർ ജനത്തെ പ്രൈസലോ കെട്ടഴിഞ്ഞവരായിട്ട് വിടുന്നു എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാ: അവർ ജനത്തിൻ്റെ പൾസറിഞ്ഞ് ശുശ്രൂഷിക്കുന്നവരാ. ജനത്തിൻ്റെ പൾസറിഞ്ഞ് ശുശ്രൂഷിക്കുമ്പോൾ ക്രമം, ദൈവം നൽകിയതായ ഓർഡറുകൾ, ദൈവം നൽകിയതായ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുവാനായിട്ടിടയായി തീരും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം നൽകിയ കാര്യങ്ങൾ, ദൈവം നൽകിയതായ വിഷയങ്ങൾ, ദൈവം ഏൽപ്പിച്ചതായ താലന്തുകൾ, ദൈവം ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ അത് നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭീതിയിൽ നിന്ന് യെരോബെയാം എന്ന് പറയുന്ന മനുഷ്യൻ പാപം ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അവൻ മാത്രമല്ല പാപം ചെയ്തത്, അവൻ ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുവാനിടയായി തീർന്നു. അവൻ ദൈവിക കൽപ്പന മറുത്ത് വിഗ്രഹം ഉണ്ടാക്കരുതെന്നുള്ളതായ കൽപ്പനയെ മറുത്ത് അവൻ വിഗ്രഹം ഉണ്ടാക്കുവാനായിട്ടിടയായി തീർന്നു. അത്